ശസ്ത്രക്രിയ പിഴവ് തന്നെയെന്ന് ഡോക്ടർമാർ സമ്മതിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഞാൻ ഡോക്ടർ മനോജ്, ന്യൂറോ സർജനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ബ്ലീഡിങ് ഉണ്ടായിരിക്കുവാണ്, കുറച്ച് കാര്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്. സർജറിയുടെ കോംപ്ലിക്കേഷനാണ്. ഉള്ളിലൊരു രക്തക്കുഴൽ നിന്നാണ് ബ്ലീഡിങ് വരുന്നത്, ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴലിൽ നിന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ആദ്യമായിട്ടാണ് വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ചൊരു സീരിയസ് പ്രോബ്ലവുമാണ്. സാധാരണ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാലും ഇന്നലെ തന്നെ പ്രയാസം കാണേണ്ടതായിരുന്നു. എന്തോ കാരണം കൊണ്ട് ഇന്നലെ ഭാഗ്യത്തിനത് സ്റ്റോപ്പായി. ഇന്ന് രാവിലെ എപ്പോഴോ ചുമക്കുകയോ ഛർദ്ദിക്കുകയോ ചെയ്തപ്പോഴത്തേക്കും ആ ഗ്യാപ്പിൽ വീണ്ടും അത് ഓപ്പണായി വീണ്ടും ബ്ലീഡ് ചെയ്തതായിരിക്കണം. ഈ സർജറി ചെയ്തപ്പോൾ ആയിരിക്കണം, സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. അപ്പോൾ എത്രയും കാര്യം ഇപ്പോൾ ഒരു ജീവൻ അപകടമുള്ള സിറ്റുവേഷനാണ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ബ്ലീഡിങ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നിർത്തിയില്ല എങ്കിൽ അപകടമാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവിടെ കൊണ്ടുപോയി ഇത് അടച്ച് തൽക്കാലം ബ്ലീഡിങ് നിർത്തുക. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് അത് സ്ഥിരമായിട്ട് നിർത്താനും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും എന്ത് പറ്റുമെന്നുള്ളത് ഇത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതർ പിന്നീട് വിശദീകരിക്കുന്നത് അവരുടെ പിഴവല്ല എന്നതാണ്. പക്ഷേ ഇത് ആര് റെക്കോർഡ് ചെയ്ത ഓഡിയോയാണ്? ബന്ധുക്കൾ തന്നെ റെക്കോർഡ് ചെയ്തതാണോ? ബന്ധുക്കൾ തന്നെ റെക്കോർഡ് ചെയ്ത ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കൃത്യമായി ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്, ഈ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണോ ഇങ്ങനെ മരണത്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അതെന്ന് ഡോക്ടർ പറയുന്നതാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഡോക്ടർ മനോജിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ ആരോപണം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ആശുപത്രിയിലേക്ക് ഇവരെ ഈ ഒരു മരിച്ച രോഗിയുമായി കുടുംബം എത്തുന്നത്. നട്ടെല്ലിന് ചെറിയ ഒരു പ്രശ്നം, നടുവിന് ഒരു കംപ്ലൈന്റ് ആയിരുന്നു. അത് ഞരമ്പ് ിരിക്കുന്നതിനാൽ അത് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. മദ്യപാനോടുകൂടി നടന്നു തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. പിന്നീട് ശസ്ത്രക്രിയ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുന്നു. റൂമിലേക്ക് മാറ്റുമ്പോൾ വയറ്റിൽ വലിയ വേദനയും നീർക്കെട്ട് പോലെ വയറ് വീർത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഡോക്ടറിനോട് പറയുന്നു. പിന്നീട് ഗ്യാസ് നോക്കുന്ന ഡോക്ടർ വന്നിട്ട് ഗ്യാസിന്റെ ഗുളികയാണ് കൊടുത്തത്. പക്ഷെ വേദന ആവാത്തതിനെ തുടർന്ന് വീണ്ടും നടത്തിയ സ്കാനിങ്ങിലാണ് ഈ ആന്തരിക രക്തസ്രാവമാണെന്ന കാര്യം ഡോക്ടർമാർ പറയുന്നത്. പിന്നീട് 2 ശസ്ത്രക്രിയ ചെയ്തു എന്ന് കൂടി ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ രണ്ടാമത്തെ ശസ്ത്രക്രിയക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു ഈ വിജു. പിന്നീട് മരിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ നടുവേദനയുടെ ശസ്ത്രക്രിയക്കെന്ന് കൊണ്ടുപോയി പിന്നീട് മരിച്ച് തിരികെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് കുടുംബം ഏറെ വേദനയോടെയാണ് പറയുന്നത്. പിന്നീട് ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് കുടുംബത്തോട് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെ ശസ്ത്രക്രിയ നടത്തിയ രീതിയിലുള്ള പിഴവാണെന്ന്. പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്തായാലും രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എടത്തല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ മരിച്ച വിജുവിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും പോലീസ് കടക്കുക. ഒപ്പം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം രാജഗിരി ആശുപത്രിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് കുടുംബം. വലിയ അനാസ്ഥയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷെ ആശുപത്രി നൽകുന്ന വിശദീകരണം ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റും പേഷ്യന്റിന് നൽകിയതാണ്. പക്ഷെ ഇത് അസ്വാഭാവികമായി സംഭവിച്ചതാണെന്ന്, ഇത് ആശുപത്രിയുടെ പിഴവൊന്നുമില്ല എന്നാണ് പിന്നീട് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. പക്ഷേ കുടുംബം പുറത്തുവിട്ട വീഡിയോയിൽ കൃത്യമായി ഡോക്ടർ പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാജഗിരി ആശുപത്രിക്കെതിരെയാണ് വലിയ പരാതി ഉണ്ടാകുന്നത്. ഇതിൻ്റെ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ വീഴ്ചയല്ല എന്ന് ആശുപത്രി വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ നേരത്തെ ശസ്ത്രക്രിയക്കിടെ ഞരമ്പിൽ മുറിവുണ്ടാവുകയും ബ്ലീഡിംഗ് ഉണ്ടായെന്ന കാര്യം ഡോക്ടർമാർ സമ്മതിക്കുന്ന ഓഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതിൽ കൃത്യമായ നീക്കം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് ഉയരുന്നത്.
നേരത്തെ ശസ്ത്രക്രിയക്കിടെ മുറിവുണ്ടായി, അവിടെ ഞരമ്പിന് മുറിവുണ്ടായി, അങ്ങനെയാണ് ബ്ലീഡിംഗ് ഉണ്ടായെന്ന് ഡോക്ടർമാർ തന്നെ സമ്മതിച്ചു. ആ ശബ്ദ സംപ്രേഷണം ഒരിക്കൽ കൂടി. ഞാൻ ഡോക്ടർ മനോജ്, ന്യൂറോ സർജനാണ്. അപ്പോൾ നമുക്ക് വയറിൽ ഡോക്ടർ പറഞ്ഞല്ലോ ബ്ലീഡിങ് ഉണ്ടായിരിക്കുവാണ്, കുറച്ച് കാര്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്. സർജറിയുടെ കോംപ്ലിക്കേഷനാണ്. ഉള്ളിലൊരു രക്തക്കുഴൽ നിന്നാണ് ബ്ലീഡിങ് വരുന്നത്, ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴലിൽ നിന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ആദ്യമായിട്ടാണ് വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ചൊരു സീരിയസ് പ്രോബ്ലവുമാണ്. സാധാരണ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാലും ഇന്നലെ തന്നെ പ്രയാസം കാണേണ്ടതായിരുന്നു. എന്തോ കാരണം കൊണ്ട് ഇന്നലെ ഭാഗ്യത്തിനത് സ്റ്റോപ്പായി. ഇന്ന് രാവിലെ എപ്പോഴോ ചുമക്കുകയോ ഛർദ്ദിക്കുകയോ ചെയ്തപ്പോഴത്തേക്കും ആ ഗ്യാപ്പിൽ വീണ്ടും അത് ഓപ്പണായി വീണ്ടും ബ്ലീഡ് ചെയ്തതായിരിക്കണം. ഈ സർജറി ചെയ്തപ്പോൾ ഉണ്ടായതാണോ? ആയിരിക്കണം, സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. അപ്പോൾ എത്രയും കാര്യം ഇപ്പോൾ ഒരു ജീവൻ അപകടമുള്ള സിറ്റുവേഷനാണ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ബ്ലീഡിങ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നിർത്തിയില്ല എങ്കിൽ അപകടമാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവിടെ കൊണ്ടുപോയി ആ ഇത് അടച്ച് തൽക്കാലം ബ്ലീഡിങ് നിർത്തുക. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് അത് സ്ഥിരമായിട്ട് നിർത്താനും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും എന്ത് പറ്റുമെന്നുള്ളത് ഇത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം.